സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോക പരിപാലകനും മനുഷ്യരായ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ചോദിക്കാതെ പറയാതെ ഒരുക്കി തന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും സദാസമയം നിരീക്ഷിച്ചും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും കഴിവിൻ്റെവരുമാതി പാലിക്കണമെന്ന് എന്നോടൊന്ന് പോലെ നിങ്ങളിൽ ഉണർത്തുകയാണ്. വിശ്വാസികളെ, സൂറത്ത് സഫിലെ നമുക്കൊക്കെ സുപരിചിതമായ ഒരായത്ത് അല്പസമയം കൊണ്ടതുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മളൊക്കെ ഇഹപര സൗഭാഗ്യം ആഗ്രഹിക്കുന്നവരാണ്. ഇഹപര സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ദുനിയാവിന് സുഖം, സന്തോഷം ഉണ്ടാകണം, റാഹത്ത് ഉണ്ടാകണം, വിഷമങ്ങൾ ഉണ്ടാകരുത്, കാര്യമായിട്ട് അസുഖങ്ങൾ വരരുത്. എനിക്ക് മാത്രമല്ല, മക്കൾക്ക്, കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക്, നാമുമായി ബന്ധപ്പെടുന്നവരിലൊന്നും. അതാ ദുനിയാവിൽ അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ ബറക്കത്ത് ഉണ്ടാകണം, അത്യാവശ്യത്തിന് അയാളുടെ മുന്നിൽ കൈ നീട്ടാത്തൊരവസ്ഥ ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ ദുനിയാവിലെ ഹൈർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരലോകത്തെ ഹൈർ എന്താണ്? ഈമാനോടെ മരിക്കാൻ പറ്റണം, അല്ലേ? മരിക്കുന്ന സമയത്ത് ഈമാനോടെ ഈ ലോകത്തോട് യാത്ര പറയാൻ സാധിക്കണം. തുടർന്നുള്ള സ്റ്റെപ്പൊക്കെ സന്തോഷകരമായി മാറും. അതാണ് നമ്മുടെ ഒക്കെ പ്രാർത്ഥന. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ഇതൊക്കെ അതിൻ്റെ വലിയ അർത്ഥതലങ്ങളുള്ള പ്രാർത്ഥനകളാണ്. അല്ലാഹു ദുനിയാവിലെ ഹസനത്ത് കൊണ്ടാ ഈ പ്രാർത്ഥന എത്രയോ കാലങ്ങളായി വിശ്വാസികളെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലാഹ് ദുനിയാവിൽ ഹസനത്ത് കൊണ്ടാ ഈ പ്രാർത്ഥന മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴേ കരുണാവാരിയായ റബ്ബിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മളാ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ കുറെ പിന്നിൽ, ബാക്കിയുള്ളവരൊക്കെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഫുൾ ടൈം പ്രാർത്ഥനയിലാണ്. ഇന്നോല് പള്ളിക്ക് വേണ്ടി നമ്മൾ കാണുന്നില്ല, ബാക്കിയുള്ള കാര്യമൊന്നും നമുക്ക് അവരുടെ പ്രാർത്ഥനകളുടെ, ദിക്റുകളുടെ, ദുആകളുടെ രൂപഭാവങ്ങൾ നമുക്കറിയില്ലെന്ന് മാത്രമാണ്. ഒരൊറ്റ വസ്തുവും അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലാത്തതായിട്ടില്ല. നമ്മളൊരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്നൊരു സുബ്ഹാനല്ലാഹ് 33 വട്ടം ചെല്ലുമ്പോ, അൽഹംദുലില്ലാഹ് 33 വട്ടം ചെല്ലുമ്പോ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചെല്ലുമ്പോ നമുക്ക് കുഴക്കം വരിക. അത്യാവശ്യം ആയല്ലോ എന്നുള്ളൊരു നമ്മളെ മനസ്സിൽ അങ്ങനെയാണ് ചിന്ത വരുന്നത്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പടച്ചറബിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതല്ലേ ഖുർആൻ പറയുന്നു, ഒരു വസ്തുവും അല്ലാഹുവിനെ പ്രകീർത്തിക്കാത്തതായിട്ടില്ല, അവന്റെ മഹത്വത്തെ വാഴ്ത്താത്തതായിട്ടില്ല. എല്ലാവരും അവന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അവന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് പരിചിതമായ ആയത്തില്ലേ, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ സമയത്തും അല്ലാഹ് എൻഗേജ് ആണ്. എന്താ അതിന്റെ അർത്ഥം? ഓരോ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നടപടിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ വസ്തുക്കളും അതായത്തിങ്ങനെ ഓതുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? എന്നാൽ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ആർക്ക് വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ആ മനുഷ്യൻ അല്ലാഹുക്ക് പ്രകീർത്തനം ചെയ്യുന്നതിൽ പിറകിലാണ്, അല്ലേ? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. അല്ലാഹുക്ക് തസ്ബീഹ് ചൊല്ലുന്നു. മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവൻ പരിശുദ്ധി, അവന്റെ ഖുദ്ദൂസായ അസീസായ ഹക്കീമായ പടച്ചതമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ഹസനത്ത് പറഞ്ഞാല് ആ റഹ്മാനായ റബ്ബിന്റെ പ്രകീർത്തനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും അല്ലാഹു നൽകുന്ന അനുഗ്രഹം. അപ്പൊ ദുനിയാവിൽ നമുക്ക് ഹസനത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു, ആഖിറത്തിനും ഹസനത്ത് ആഗ്രഹിക്കുന്നു. ഒരു നിലക്കും പരാജയം വരരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറ്, അല്ലേ? ഈ ദുനിയാവിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പരാജയം വരും, തോൽവി വരും. ഇന്ന് ഇവിടെ പരാജയം വന്നാലോ, ആ പരാജയം നമുക്ക് തൊട്ടടുത്ത നിമിഷം പ്രിയപ്പെട്ടവരെ പരിഹരിക്കാം. ഇപ്പൊ നാളെ റിസൾട്ട് വരാൻ പോവുകയാണ്. ചില സ്ഥാനാർത്ഥികൾ ജയിക്കും, ചില സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും. അത് ഈ ലോകത്തിന്റെ അവസ്ഥയാണ്.
അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണല്ലോ ലോകത്തിന്റെ ക്രമം. വിശ്വാസികളെ റിസൾട്ട് വരുമ്പോ പരാജയപ്പെടുന്നവർ വിഷമിക്കും, അല്ലാത്തവർ സന്തോഷിക്കും. ഈ ദുനിയാവിൽ റിസൾട്ട് അങ്ങനെയാണ്. SSLC റിസൾട്ട് വരുന്നു, ചില ആളുകൾക്കൊക്കെ ഫുൾ A+ ആണ്, ചില ആളുകൾക്ക് ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ. വിഷമങ്ങൾ പരസ്പരം പങ്കിടും, വിഷമങ്ങൾ മുഖങ്ങളിൽ പ്രകടമാകും. എന്നാ സുഹൃത്തേ, നാളെ പരലോകത്ത് റിസൾട്ട് വെളിപ്പെടലുണ്ട്. ആ റിസൾട്ട് എങ്ങാനും വെളിപ്പെട്ടാൽ പരാജയരുടെ ലിസ്റ്റിലേക്കാണ് ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നതെങ്കിൽ ഒരിക്കലും ഒരു പുനർവിചിന്തനത്തിന് അവസരമില്ല. ആ റിസൾട്ട് വെളിപ്പെടാൻ എപ്പോഴാണ് ആ ലോകത്തേക്ക് ഞാൻ നിങ്ങൾ വഴിമാറുകയെന്ന് ഒരൊറ്റ കുട്ടിക്കും പറയാൻ സാധ്യമല്ല. കുറെ കാലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. ജനിച്ചു പറന്ന ഭൂമിയിലേക്ക് വീഴുമ്പോ 68 നിന്റെ മരണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. 60 നീ വരേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടില്ല. അറിയാത്തത് ഞാൻ പറയട്ടെ, ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, ഇന്ന ഡേറ്റിലാണ് ജനിക്കുന്ന സമയത്ത് തന്നെ മരണം എന്ന് പഠിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്കൂൾക്ക് പോകും, കോളേജിലേക്ക് പോകുമോ, കൃഷി ചെയ്യുമോ, ഗൾഫിലേക്ക് പോകൂല. ആ ദിവസം ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോകും. പക്ഷെ എപ്പോഴും ആകാം, ഏത് സമയത്തുമാകാം. അറിയിച്ചു തരാത്തതും പടച്ചെറുപടി എങ്ങളോട് കാണിച്ചെന്ന് വല്ലാത്തൊരു ദാക്ഷിണ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ റിസൾട്ട് വെളിപ്പെടുമ്പോ വിജയികളുടെ പട്ടികയിൽ ഞാൻ നിങ്ങളും പെടാൻ പറ്റുന്ന ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. തഗാബുൻ സൂറ ഖുർആനിലുണ്ട്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ തൊട്ടടുത്തൊരു സൂറയാണ് തഗാബുൻ. ആ സൂറത്തിന്റെ പേരിനെ മാത്രം ഋതുവിൽ മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ജീവിതം നന്നാകും. എന്താ തഗാബുൻ? റിസൾട്ട് വെളിപ്പെടുക എന്നതാണ്. സൂറത്തെ റിസൾട്ട് വെളിപ്പെടുക എന്നൊരു സൂറത്തിനുള്ള പേര് നൽകിയിരിക്കുന്നു. റിസൾട്ട് ഔട്ടാകുക, റിസൾട്ട് വെളിപ്പെടുക എന്നൊരു സൂറത്തിനുള്ള 114 സൂറയിൽ ഒരു സൂറത്തിന്റെ പേരെന്താ? തഗാബുൻ. ഏതാണെന്നോ ആ റിസൾട്ട് വെളിപ്പെടൽ. യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ. ലോകത്തെ സകലമായ മനുഷ്യനും സിട്ടാവിന്റെ മുന്നിൽ എത്തിപ്പെട്ട് സുഹൃത്തെ ചില ആളുകൾ റിസൾട്ട് വെളിപ്പെടുകയാണ്. പരാജയത്തിലേക്ക് മാറ്റപ്പെടുന്നവർ, വിജയികളിലേക്ക് മാറ്റപ്പെടുന്നവർ. വല്ലാത്തൊരു രംഗമല്ലേ അത്. ഞാൻ പരാജയത്തിലേക്ക് മാറ്റപ്പെട്ടവരാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഉപകരിക്കുമോ? ആരെങ്കിലും എന്റെ ജീവിതത്തിൽ ഇടപെടുമോ? എന്റെ സ്വാധീനം, ദുനിയാവിൽ എനിക്ക് സ്വാധീനമുണ്ട്, എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, മക്കളുണ്ട്, സൗകര്യങ്ങളുണ്ട്. സുഹൃത്തേ, നാളത് ഉപകരിക്കുകയില്ല. അതല്ലേ ഖുർആൻ ഒരു ദിവസത്തിന്റെ കാര്യം പറയുന്നിടത്ത് ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. ഒരു സുഹൃത്തും മറ്റൊരു സുഹൃത്തിനും ഉപകരിക്കില്ല. എന്തിനാ ജുമുഅക്ക് വന്നത്? ആ ദിവസം വിശ്വാസികളെ രക്ഷപ്പെടാനാണ്. എന്തുകൊണ്ട് പാപത്തിന്റെ കയ്യിലേക്ക് 10 കാശ് നൽകുന്നു? സുഹൃത്തെ, ആ ദിവസം രക്ഷപ്പെടാനാണ്. എന്തിനു വയസ്സായ മാതാപിതാക്കൾ നമ്മൾ ശുശ്രൂഷിക്കുന്നു? ആ ദിവസം രക്ഷപ്പെടാനാണ്. അയലോകക്കാരോട് നല്ല നിലയിൽ പെരുമാറുന്നു? ആ ദിവസം രക്ഷപ്പെടാനാണ്. എന്തൊക്കെ നന്മകളുടെ മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ ദിവസം രക്ഷപ്പെടണം. അന്നാരും നമ്മെ സഹായിക്കാത്ത ദിവസമാണ്. യൗമലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ. ഒരാളും ഒരാളുടെ കാര്യത്തിൽ ഇടപെടില്ല. സുഹൃത്തേ, എനിക്കൊരു വിഷമം വരികയാണ്, എന്റെ ബന്ധുക്കൾ എന്നെ സഹായിച്ചേക്കാം, എന്റെ കുടുംബം എന്നെ സഹായിച്ചേക്കാം, നല്ല മനസ്സുള്ള നാട്ടുകാർ എന്നെ സഹായിച്ചേക്കാം. ദുനിയാവിൽ അങ്ങനെയല്ല മുഅ്മിനീങ്ങളെ മുന്നോട്ട് പോകുന്നത്. ഒരു സഹോദരന് ഒരു പ്രശ്നമുണ്ട്, ഒരു 2, 3, 4, 5, 8, 10, 20 കോടി വേണം. ഈ കേരളക്കരയിലെ സുമനസ്സുകൾ എത്ര വേഗമാണ് സുഹൃത്തെ ആ സംഖ്യകൾ സ്വരൂപിക്കുന്നത്. ഈ ദുനിയാവിൽ ഏതൊരു വിഷയത്തിലും ഇടപെടാനുള്ള മനസ്സുള്ള, അലിവുള്ള, നനവുള്ള കേരളക്കാർ, ഞാൻ പറയട്ടെ, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിങ്ങളും എത്തുമ്പോ പരാജിതരിലേക്കാണോ? ആരെങ്കിലും നിങ്ങളെ നമ്മെ സഹായിക്കുമോ? ഇല്ലല്ലോ. ഒരൊറ്റ കുട്ടിയും നമ്മെ സഹായിക്കാനില്ല. എത്ര സ്ഥലങ്ങളിലാണ് ഇത് ഖുർആൻ സൂചിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, നബി കുടുംബങ്ങളിൽ പെട്ടു എന്നതുകൊണ്ട് ചൊളിവിലങ്ങ് രക്ഷപ്പെടാമെന്ന്. ഒരായത്ത് തന്നെ ആ വിഷയവുമായി അവതീർണമാവുകയാണ്. നബിയെ, കുടുംബങ്ങളോട് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്, തൊട്ടടുത്ത ആളുകളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ ചുളിവിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണേ. ഈ ആയത്ത് അവതീർണമാകേണ്ട താമസം പ്രവാചകനദാസ് കുടുംബങ്ങളിൽപ്പെട്ട സകലരെയും വിളിക്കുന്നു, ഇണകളെ വിളിക്കുന്നു, മക്കളെ വിളിക്കുന്നു. കൂട്ടരെ, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ മുഹമ്മദിന് സാധ്യമല്ല.
നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ രക്ഷപ്പെടുത്തണേ എന്ന് തോളൊഴിഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സംസാരിച്ചുവെങ്കിൽ ആ ദിവസത്തിന്റെ ഭയാനകത എത്രമാത്രമാണെന്ന് ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ. അതാണെന്ന് പറയുന്ന ഒരു ദിവസം റിസൾട്ട് വെളിപ്പെടുന്ന ദിവസമാണ്. പരാജിതരെയും വിജയികളെയും അറിയുന്ന ദിവസമാണ്. അന്നാർക്കാണ് രക്ഷയുള്ളത്? വിശ്വസിച്ച് നന്മകൾ ചെയ്യണം. എത്രയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് ആലോചിക്കൂ സുഹൃത്തുക്കളെ. വിശ്വാസമുണ്ടോ? അമൽ സാലിഹാത്തുണ്ടോ? അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട്? അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ യുകഫിറു അൻഹു സയ്യാതിഹി, അവന്റെ പാപങ്ങൾ അല്ലാഹ് പുറത്തു കൊടുക്കും. വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പിൽ അവനെ അല്ലാഹ് പ്രവേശിപ്പിക്കും. അല്ലാഹ് പറയാ അവൻ നിത്യവാസിയാണത്. സാലിക്കൽ ഫൗസുൽ അലീം, അതിലേറെ വലിയൊരു വിജയം നിന്റെ ജീവിതത്തിൽ വരാനില്ല. അല്ലാഹു നമുക്ക് ആ വിജയികളിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. 5 നേരം പ്രാർത്ഥിച്ചോ എന്റെ മുഅ്മിനീങ്ങളെ. എത്ര ആളുകൾ നമ്മോട് യാത്രയായി. സുഹൃത്തുക്കളെ, പലരും ഖബറിലല്ലേ കഴിച്ചു കൂട്ടുന്നത്. അവരൊക്കെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. അവർ ചെയ്ത കർമ്മങ്ങളുമായി ഇവർ കെട്ടിപ്പണയുകയാണ്. ഞാൻ ഒതുക്കേൽപ്പിച്ച ആയത്തിലേക്ക് വരാം. വിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, യേ വിശ്വാസികളെ. നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടത്തെ പറ്റി അല്ല നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ ഒരു ഏർപ്പാട് തുടങ്ങുന്നു, പരാജയമാകാം. ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു, ജയിക്കാം തോൽക്കാം. ഇവിടുത്തെ എല്ലാറ്റിലും ജയപരാജയങ്ങൾ ഉറപ്പാണ്. എന്നാൽ അല്ലാഹ് പറയുന്ന ഈ കച്ചവടത്തിൽ ഞാൻ നിങ്ങളും ഭാഗവാക്കായാൽ പരാജയം ഒന്നുമില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മളെ വിളിച്ചുകൊണ്ട് പറയാണ്. ഈ ഇരിക്കണം നമ്മൾ എത്ര ചർച്ചയുള്ളവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ഖുർആൻ ഓതന കേൾക്കുമ്പോൾ നമുക്കൊരു രോമങ്ങനെ എടുത്തു തുടിക്കണം. എന്തേ? ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന റബ്ബ് അവന്റെ അടിമകളെ വിളിക്കുന്ന ഒരു സംബോധനയാണ് യാ അയ്യുഹല്ലദീന ആമനൂ. വല്ലാത്തൊരു കോരിത്തെരിപ്പാണത്. അല്ലാത്തവരല്ല വിളിക്കുക എങ്ങനെ? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. മനുഷ്യരെ എന്ന സംബോധന കൊണ്ട് ഖുർആനിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഈമാൻ ഉൾക്കൊണ്ടവരെ, ദീൻ ഉൾക്കൊണ്ടവരെ, നബിയെ അംഗീകരിച്ചവരെ, ഖുർആൻ സ്വീകരിച്ചവരെ, പരലോകത്തിൽ അംഗീകരിച്ചവരെ, ഇവരൊക്കെ ഈ വിശ്വാസമൊക്കെ വിശ്വാസികളെ ഒന്നിച്ച് മനസ്സിൽ വന്ന വിശ്വാസികളെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലാഹ് പറയാ, വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, അലാ തിജാറത്തിനൊരു കച്ചവടം. ഒരു കച്ചവടം നമുക്ക് പരിചയപ്പെടുത്തിരുന്നു. എന്താണ് ആ കച്ചവടത്തിൽ ഇറക്കേണ്ട മൂലധനമെന്നോ? ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും മൂലധനമായിട്ട് വലിയൊരു സംഖ്യ നിക്ഷേപിക്കണമല്ലോ. ആ ബിസിനസ്സിലെ മൂലധനം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹ് പറയുന്നു. അല്ലാഹ് പറയുക, ഹല്ലദുല്ലുക്കും വലാ തിജാറത്തിൻ തുൻജീക്കും. അതുകൊണ്ട് ലാഭം നരകത്തിൽ രക്ഷപ്പെടാൻ സ്വർഗപ്രവേശനം. ഇരിക്കണേ, ആർക്കാണ് അത് കിട്ടാൻ ആഗ്രഹമില്ലാത്തത്? നമ്മൾ അറിയില്ലോ, പരിചയത്തിൽപ്പെട്ട ഒരാൾ നിസ്കാരത്തെ ശ്രദ്ധല്ലാതെ ഒരു ശൈത്താനീയത്തിൽപ്പെട്ട് കൂട്ടുകെട്ടിൽപ്പെട്ട് കുറച്ച് ഹറാമിൽ സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ആ സുഹൃത്തിന്റെ മനസ്സിലും വേണ്ടാത്ത അങ്ങനത്തെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ ഓന്റെ മനസ്സിന്റെ ഉള്ളിൽ സ്വർഗം കിട്ടണമെന്നുണ്ട്. നല്ലോനാകണമെന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഏത് മനുഷ്യന്റെ മനസ്സാണത്? എല്ലാവരും സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നു. അല്ലാഹ് പറയുന്നു, സ്വർഗപ്രവേശനം ലഭിക്കും, അതിലുപരി നരകമോചനം ലഭിക്കുന്ന ഒരു പണി അല്ലാഹ് പറഞ്ഞു. എന്താ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ വിശ്വാസം, അവന്റെ പ്രവാചകൻ വിശ്വസിക്കലും. ആ വിശ്വാസം നമ്മൾ എങ്ങോട്ട് എത്തിക്കണമെന്നോ, തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, സ്വത്തും ശരീരവും അള്ളാഹ്ക്ക് നൽകാൻ ഒരുക്കമാകണം. അപ്പൊ ഈമാനും അള്ളാഹുള്ള വിശ്വാസം മനസ്സിന് സമ്മേളിച്ചാൽ പിന്നെ അവന്റെ സമ്പത്തും അവന്റെ സമയവും അവന്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ നൽകണം. വിശ്വാസികളെ, നമ്മൾ എത്ര നൽകുന്നുണ്ടെന്ന് ആലോചിച്ചു. നമ്മൾ അള്ളാഹ്ക്ക് നമ്മുടെ സ്വത്ത് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യം നൽകുന്നുണ്ടോ? സുഹൃത്തേ, നമ്മുടെ സമ്പത്ത് നൽകുന്നുണ്ടോ എന്ന് എല്ലാവരും ആലോചിക്കും. കൃത്യമായി സക്കാത്ത് കൊടുത്തവർ എത്രയുണ്ട്? റമളാൻ വരാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം സക്കാത്തിന്റെ കാര്യത്തിൽ ഉപേക്ഷ വരുത്തിയവരുണ്ടോ എന്ന് ആലോചിക്കും. 1,00,000 സുഹൃത്തേ നമ്മുടെ കൈകളിൽ വന്നാൽ 2,500 രൂപ സക്കാത്ത് കൊടുത്തേ പറ്റൂ. 10 ലക്ഷം ഒരു വർഷം നമ്മുടെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ സുഹൃത്തേ 25,000 രൂപ സക്കാത്ത് കൊടുക്കണം. സ്വത്ത് കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്. എത്രയോ നന്മ ചെയ്യാൻ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോ നമ്മളൊന്നും അതിലേക്ക് ശ്രദ്ധിക്കാതെ അതിലൊന്നും ഇടപെടാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഈ ആയത്ത് നമുക്ക് ബാധകല്ല.
ഖുർആൻ ആയത്തിറങ്ങാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് സ്വർഗം വേണോ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതൊക്കെ റബ്ബിന്റെ മാർഗ്ഗത്തിൽ നൽകണമെന്ന് ആയത്തിറങ്ങുമ്പോ മത്സരിച്ച സഹാബത്തിന്റെ ചരിത്രം എത്ര ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓലക്കാരാ സ്വർഗത്തിലാണ്. അതിലൊരാളാരാ വിശ്വാസികളെ റസൂലുള്ളാഹി 10 പേർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ ത്വൽഹത്തുൻ ഫിൽ ജന്ന, മരിക്കുന്നതിന് മുമ്പ് റസൂലിന്റെ നാവിലൂടെ സ്വർഗാവകാശിയാണെന്ന് കേൾക്കാൻ മഹാസൗഭാഗ്യം ലഭിച്ചവരാരാ? തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. അതിനോട് മനസ്സ് കാണിച്ചതുകൊണ്ടാണ്. കണ്ട ചെറുക്കിന് കിട്ടൂല. ശരീരം കൊടുത്തവർ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് എത്തി. ശത്രുക്കൾ വിശ്വാസികളെ അദ്ദേഹത്തിന്റെ കൈയും കാലും കൊത്തിമുറിക്കുകയാണ്. ശരീരമാകെ വെട്ടി നിർക്കാൻ. എന്താ യുദ്ധത്തിൽ അങ്ങനെ നേർക്ക് നേരെയുള്ള യുദ്ധമല്ലേ എക്കാലഘട്ടങ്ങളിലുള്ളത്. അപ്പോ ശത്രുവിന്റെ കൈയും കാലും മുറിക്കാനാ ശ്രമിക്കുക. പിന്നെ കൊണ്ട് വെട്ടോ കുത്തോ ഓടൊന്നും ചെയ്യല്ലോ. ശത്രുക്കൾ അതാണ് ലക്ഷ്യം വെക്കുക. ആ സ്വഹാബി പറഞ്ഞ വാക്കെന്താണെന്നോ, തൊടയങ്ങ് വെട്ടിമുറിച്ചപ്പോ എന്റെ റബ്ബിന് എനിക്ക് ഈ കാലുള്ളതല്ലോ നൽകാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ സ്വർഗം ആഗ്രഹിക്കാൻ. പിന്നെ ആ സഹാബിയെ കാണുന്നതാണോ ചിന്ന ഭിന്നമായ നിലയിൽ യുദ്ധക്കളത്തിൽ മരിച്ചു പോകുന്ന അവസ്ഥയാണ്. ശത്രുക്കൾ വെട്ടിനുറുക്കിയ സഹാബിയെയാണ്. പ്രിയപ്പെട്ടവരെ, ആ സഹാബിയുടെ പിന്നീട് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഓലക്കല്ല പുകഴ്ത്തിയത് എന്താണെന്നോ, ഓല സ്വത്ത് അല്ലാഹ്ക്ക് നൽകിയവരാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദല്ലാഹ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അള്ളാഹിനോട് ചെയ്ത പ്രതിജ്ഞ പുലർത്തിയവർ. അല്ലേ, എന്താണ് ആ പ്രതിജ്ഞ? നമ്മൾ നിസ്കരിക്കുമ്പോ പ്രാർത്ഥിക്കും, ഇന്നസ്സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാ പ്രതിജ്ഞ. ഓലൊക്കെ നിസ്കരിക്കുമ്പോ ഞാൻ നിങ്ങളും വജ്ഹത്ത് ചൊല്ലുമ്പോ അല്ലെങ്കിൽ ബാഴുതുറൈനി എന്ന് ചൊല്ലുമ്പോ അല്ലാണ്ട് പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ പടച്ചോനെ ഒക്കെ തരാം, എല്ലാം നിനക്ക് നൽകാൻ ഒരുക്കമാണെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. അവരൊക്കെ കൊടുത്തു. അതുകൊണ്ട് മരിക്കണീൻ നബി പറഞ്ഞു ത്വൽഹാ സ്വർഗത്തിലാണ്. വിശ്വാസികളെ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, സഅദും വസഈദും ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറയുമാത്രം ദർജയിലേക്ക് അവർ ഉയർന്നത് എന്തുകൊണ്ടാണ്? ഓലൊക്കെ പറച്ചില് മാത്രമല്ല, പ്രവർത്തനത്തിലൂടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. ഒക്കെ കൊടുക്കാൻ ഒരുക്കമാകുന്നു, ഒക്കെ നൽകാൻ അവർ ഒരുക്കമാകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, ഇവരൊക്കെ അല്ലേ നമ്മുടെ മാതൃകാ പുരുഷന്മാർ. ഹിജറക്ക് പുറപ്പെടാൻ വേണ്ടി അള്ളാഹിന്റെ കൽപ്പന വരികയാണ്. ഹിജറക്ക് പുറപ്പെടാൻ കൽപ്പന വരിക. പ്രിയപ്പെട്ടവരെ, ചില ആളുകളോട് പറഞ്ഞു, ഖുറൈശികൾ നിങ്ങൾ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടേച്ചു പോകണം. അല്ലാഹു റസൂലിനെ നിങ്ങൾക്ക് വലുത്, ആ അല്ലാഹു റസൂലിനെ കയ്യിലേറ്റി പോകണം. സമ്പാദ്യങ്ങളൊന്നും ഇവിടെ വെക്കാൻ വെടഞ്ഞു കൊണ്ടുപോകാൻ പാടില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ സ്വത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയേ പറ്റൂ. എന്നാ ഞങ്ങൾ പോണില്ല എന്നല്ല പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ തീരുമാനിക്കും, എന്നാ ഞങ്ങൾ പോണില്ല അല്ല. എന്തേ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. എന്തും നൽകാൻ ഒരുക്കമായി. ഈ ഖുത്ബ ഇങ്ങനെ കേട്ടപ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിച്ചൊക്കെ, ഞാൻ ഇതിനെ പറ്റി ആലോചിക്കും, നിങ്ങൾ ഇങ്ങനെ പറ്റി ഇങ്ങനെ ആലോചിക്കും. നമ്മുടെ പരലോകത്തേക്കുള്ള നീക്കിയിരിപ്പ് എന്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ. ഓരോരോ ഖുത്ബകൾക്കും എന്തെങ്കിലും ഒരു സ്പാർക്ക് നമ്മുടെ മനസ്സിൽ പതിയണം. അല്ലാഹ് എന്റെ ജീവിതത്തിൽ എന്തുണ്ട്, എന്റെ പരലോകത്തേക്ക്. നഷ്ടം സംഭവിക്കുന്ന ഒരു ലോകം, അവിടെ നഷ്ടം സംഭവിച്ചാൽ സുഹൃത്തെ തിരിച്ചുവരവിന് അവസരമില്ല. അതാ പ്രശ്നം. പരാജയത്തിലേക്ക് മാറ്റപ്പെടുമ്പോഴാ മനുഷ്യന് വിഷം വരും. ഇപ്പൊ ഈ ഖുത്ബ കേൾക്കുമ്പോഴൊന്നും നമുക്ക് ഒരിക്കലും വിഷം വരില്ല. ആ വിഷം ഏതുവരെ വരാതിരിക്കുന്നു? മരണം വരും വരേക്കും വരില്ല. മരണം വരും വരേക്കില്ലേ 68 69 അങ്ങനെയൊക്കെയുള്ള പ്രായമായി ശാരീരിക ക്ഷീണമുള്ള ആളുകളെ ചിലവരൊന്നും ശ്രദ്ധിച്ചു. ഇപ്പോഴും പള്ളിയോ നിസ്കാരോ ജമാഅത്തൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ചെയ്യുന്ന തെറ്റിങ്ങനെ നിർബാധം തുടരുന്നു, ഒരു ചിട്ടയിലേക്ക് എത്തുന്നില്ല. കുറച്ചൊക്കെ ഉണ്ടായിരുന്നാലും ഈ ആരോഗ്യം ഇങ്ങനെ തളർന്ന്, ഇങ്ങനെ ശരീരം ഇങ്ങനെ കുഴങ്ങി, അല്ലെ ഷുഗർ ഇങ്ങനെ ഹൈ ആയി, അല്ലെങ്കിൽ തരിപ്പ് ഇങ്ങനെ അവിടെയുടെ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ചെറിയ നീരൊക്കെ കാലമിയൊക്കെ ഇങ്ങനെ വരുന്നു എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോഴെങ്കിലും ഒരു പോക്കിനെ പറ്റി ആലോചിക്കണ്ടേ? ഒന്ന് മാറിയിരുന്ന് ഇസ്തിഗ്ഫാർ ചെല്ലണ്ടേ? ഒന്ന് നിസ്കാരത്തിൽ കണിശത കൊടുക്കണ്ടേ? ഇല്ല പ്രിയപ്പെട്ടവരെ, എത്ര കേട്ടാലും അണിറങ്ങി പോകുന്നു. അല്ലെ, ഈ ഇരിക്കണം. നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ജുമ കഴിഞ്ഞാൽ
രണ്ടൊക്കെ സുന്നത്തസ്കരിച്ച് ഒന്ന് ചെറിയ രൂപത്തിലൊക്കെ ചെല്ലിപ്പറിച്ച് നടത്താതെ സലാം വീട്ടിൽ ഒന്ന് റോട്ടിലാണ്. ഈ ഇരിക്കടങ്ങളെ പറ്റിയല്ല വേണം, മൊത്തത്തിൽ എല്ലാ ഇടങ്ങളിലെ അവസ്ഥ അങ്ങനെയാണ്. ഈ വെള്ളിയാഴ്ച എത്ര പുണ്യമുള്ള ദിവസമാണ്, വിശ്വാസികൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ഈ ദിവസത്തിലൊരു സമയമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സമയമാണ്. ഈ ദിവസത്തിലൊരു സമയമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. സുഹൃത്തെ, ഒന്നാമത്തെ സഫിന് വലിയ പ്രതിഫലമുണ്ട്, എല്ലാറ്റിനും കൂലിയാണ്. ഒന്നാമത്തെ വരവിന് പ്രതിഫലമാണ്, എല്ലാറ്റിനും ഓഫറുകളാണ്. എന്നാലോ മഹാനായ മുത്തറസൂലിന്റെ സഹാബത്ത് കിട്ടാൻ അവർ മത്സരിച്ചിരുന്നു. ആരോഗ്യകരമായ മത്സരം വിശ്വാസികളെ സ്വഹാബത്ത് നമ്മൾ കാണുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ കാര്യത്തിലൊക്കെ ഇങ്ങനെ ആലസ്യം. എന്താ പ്രശ്നമോ, മറ്റേ ചങ്ങായി നമ്മളെ അളകാൻ അനുവദിക്കൂല, തിരിയാൻ അനുവദിക്കൂല. നന്മയിലേക്കൊന്ന് മനസ്സ് വെക്കുമ്പോ എന്താ സുഹൃത്തെ, ഇപ്പോ സംസ്കരിക്കാൻ പള്ളിക്ക് പോവാ, നല്ല തണുപ്പത്ത് പൊതച്ചു മൂടി കിടക്കാതെ ജമാഅത്തിൽ പള്ളിയിൽ പോണ ഈയൊക്കെ എന്താ? ഇതാരുടെ ഉപദേശമാണ്? ചങ്ങാതിയുടെ പിടുത്തത്തിലാണ്. ഏതുവരേക്കും സുഹൃത്തെ, നല്ലൊരു മരണം പോലും ലഭിക്കൂല അങ്ങനെ ആളുകൾക്ക്. നമ്മുടെ ആഖിറത്തിലെ മരണസമയത്തുള്ള നമ്മളെ അവസ്ഥ തന്നെയാണ് നമ്മളെ ജയപരാജ്യം കണക്കാക്കുക. ശരിക്കൊരു മരിക്കാൻ പോലെ ഈമാനോട് കൂടിയില്ല കെലിമ ചൊല്ലി മരിക്കാൻ പോലെ ആ ചങ്ങാതി നമ്മളെ അനുവദിക്കൂല, പിറകിൽ കൂടും. അതാണ് അപ്പോഴാണ് അപ്പോനിങ്ങനെ മലക്കുകളുടെ അടിക്കിങ്ങനെ കൊള്ളുമ്പോ മലക്കുകളൊന്നും അവൻ ആലോചിച്ചിട്ടുണ്ടല്ല. കൊത്തുബ അല്ലെങ്കിൽ ഈമാൻ കാര്യം ഇസ്ലാം കാര്യമൊക്കെ എണ്ണിയപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു, പക്ഷേ അതിനെപ്പറ്റൊന്നും ചിന്തിച്ചിട്ടുണ്ടല്ല. മലക്കുകൾ അവന്റെ റോഹ് ഇങ്ങനെ പിടിക്കണം, അവന്റെ ശരീരം കൊണ്ട് ഇങ്ങനെ അനുഭവിക്കുമ്പോ അപ്പോഴാണ് ഒന്ന് അല്പം നീട്ടിക്കൊണ്ടല്ല എന്ന് റബ്ബിനോട് അവൻ കെഞ്ചുമ്പോ റഹ്മാനായ റബ്ബ് പറയുന്നത് എന്താണെന്ന് നോക്കല്ല, ആ വാക്യം കേൾക്കണ്ട, അത് എനിക്ക് എന്റെ വർത്താനം കേൾക്കണം. നമ്മളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ മരിക്കണോലെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ആശ്വസിപ്പിച്ചും സമാശ്വസിപ്പിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തും കെലിമ ചൊല്ലിക്കൊടുത്തും ഇങ്ങനെ അടുത്തുണ്ടാകും. പക്ഷേ ഈ സുഹൃത്ത് അനുഭവിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്, ഞാൻ അനുഭവിക്കണത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണം. അപ്പൊ അല്ലാണ്ട് പറയാ കുറച്ചുകൂടി എനിക്ക് നൽകുമോ? അല്ല പറയില്ല, നിനക്ക് അവസരമില്ലടോ, ഇല്ല. രണ്ടാം ഘട്ട ജീവിതത്തിലേക്ക് നീ നടാ, അവിടെയാണ് നിന്റെ തുടക്കം. അത് ഒന്നാമത്തെ വീടാണ് എന്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിച്ചോളൂ എല്ലാവരും, ഇതൊക്കെ എന്താണെന്ന് വളരെ ഗൗരവമാണ്. നഷ്ടം വെളിപ്പെടരുത്, പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടണം. അതാണ് അല്ലാഹു പറയുന്നത്, വിശ്വാസികളെ. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടു. മുഅ്മിനീങ്ങളെ, ഹല്ലദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അലാ തിജാറത്തിന്റെ ഒരു കച്ചവടം, തുഞ്ചീക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണ്, വേദനയേറിയ ശിക്ഷയിൽ നിന്ന്. എന്താണ് ഇതിന് വേണ്ടത്? തുഅ്മിനൂന ബില്ലാഹി റസൂലിഹി, അല്ലാഹുവിലും അവന്റെ പ്രവാചകനും നിങ്ങൾ വിശ്വസിക്കണം. വതുജാഹിദുന, വിശ്വാസം കൊണ്ട് ഇങ്ങനെ മൂടിപ്പോച്ച് കടന്നിറങ്ങല്ല. അപ്പൊ എന്റെ കയ്യും കാലൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കും, ഓനൊക്കെ അതിനനുസരിച്ച് ആക്റ്റീവ് ആകും, ഓനിങ്ങനെ എനർജറ്റിക് ആകും, ഓൻ ഫുൾ ടൈം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കും. അതുകൊണ്ടല്ലേ ഫളല്ലാഹുൽ മുജാഹിദീന, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. 3 സ്ഥലത്താണ് വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകും. അവിടെ എന്താ? ജീവിതത്തിൽ എവിടെയും നമുക്ക് അവരുണ്ടാൻ അനുഗ്രഹം ഉണ്ടാവുക. അതിനെന്തുവാണ്? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും. കൂട്ടരെ, അതാണ് ഉത്തമം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യത്തിൽ നിന്ന് ശ്രദ്ധിക്കണം. നമുക്കുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എല്ലാവരും ആലോചിച്ചു. നമ്മുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, സുഹൃത്തെ, ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടൽ, അതൊക്കെ നമ്മൾ കരുതലോടെ നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ റിസൾട്ട് വെളിപ്പെടുമ്പോ സുഹൃത്തെ വിഷമിക്കും, നാശമേ എന്ന് പറയും. ഇന്ന സുഹൃത്താണല്ലോ എന്നെ പഠിപ്പിച്ചെന്ന് പറയും, ഇന്ന സാഹചര്യമാണല്ലോ എന്നെ പഠിപ്പിച്ചെന്ന് പറയും. റബ്ബേ, ദുനിയാവിലേക്കൊന്ന് തിരിച്ചയച്ച് നന്മ നിറഞ്ഞ ജീവിതവുമായി ഞാൻ തിരികെ വരാമെന്ന് പറയുമ്പോ അപ്പളി അല്ലാഹു അവനെ പരിഗണിക്കില്ല. അവിടെ ഒരായത്തുണ്ട്, ഭയങ്കര ഒച്ചുണ്ടാക്കാനവൻ. അലമുറയിട ഇല്ല,
എനിക്ക് ചാൻസ് ഇല്ലെന്നാണ്. വിശ്വാസികളെ, ഈ സൊഫ് എന്ന സൂറയിലെ ഈ ആയത്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതുക. എന്നിട്ട് ഈ ആയത്ത് ഞാൻ എങ്ങനെയുണ്ട് എന്ന് ആലോചിക്കും. ഇന്നത്തെ ഖുത്ബയിൽ ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. സൂറത്ത് സഫിലെ പ്രിയപ്പെട്ടവരെ 10-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് ഒരു കച്ചവടം അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഇരിക്കണ ഞാനങ്ങൾ ഈ ഭൂമിക്ക് പറഞ്ഞിട്ട് 50, 20, 30 ഒക്കെ ഉള്ള ആളുകളുണ്ട്, 60, 70 ഒക്കെ ഉള്ള ആളുകളുണ്ട്. വിശ്വാസികളെ, ഈ ഖുർആൻ ഇറങ്ങിയിട്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ വന്ന ആയത്താണ്. നമുക്ക് നന്മക്ക് വേണ്ടി നമ്മുടെ രക്ഷയെ നമ്മളെക്കാളും തുടിക്കുന്ന റബ്ബിന്റെ വാക്കാണിത്. നാളെ പരലോകത്ത് വിജയം വെളിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നു പോലെ നിന്നെ ഉണർത്തുകയാണ്. വിശ്വാസികളെ, നാളെ പരലോകത്ത് വിജയം വെളിപ്പെടാൻ പരാജിതരിലേക്ക് നമ്മൾ മാറ്റിക്കൊള്ളുക. പ്രാർത്ഥന നമുക്കുണ്ട്, പ്രവർത്തനവും നമ്മളിൽ വേണം, നമുക്കൊരു വാശി വേണം. അതിന് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച കുറേ പണികൾ. ഒറ്റ കാര്യം, റസൂലുള്ളാഹിന്റെ പേരിൽ മഹാനായ റസൂൽ പറഞ്ഞു, മൻ സല്ല ഹീന യുസ്ബിഹു അശ്റ വഹീന യുംസി അശ്റ അദ്റകു ശഫാഅത്ത്. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ല. വിശ്വാസികളെ, നബിയുടെ പേരിൽ സലാത്ത്. പ്രവാചകൻ ഖുർആൻ ആയത്തുണ്ടല്ലോ, നമുക്കൊക്കെ പരിചയമുള്ള ആയത്ത്, ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ റസൂലുള്ളാഹി ഒട്ടനവധി തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിച്ചു. മൻ സല്ല അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലിയാൽ അവൻ അല്ലാഹുവിന്റെ 10 അനുഗ്രഹം പറയുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ഇബ്നു ഉസൈമീൻ അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ബാസിനെ പോലുള്ള മഹാപണ്ഡിതന്മാരുടെ ഫത്വ ചോദിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നബിയുടെ പേര് സലാത്ത് ചൊല്ലിയാൽ ഒരു 40 അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന്. നബിയുടെ പേര് സലാത്ത് ചൊല്ലിയ 40 അനുഗ്രഹം, 40 അനുഗ്രഹം കിട്ടും. ദുനിയാവും ആഖിറവും വെളിച്ചായിത്തീരും. നബിയുടെ പേര് സലാത്തില്ല. എന്താ നബിയുടെ പേരിലെ സലാത്തിന്റെ പൂർണ്ണ രൂപം? നമ്മള് പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമ്മ സ്വലാത്തു ഖായിമ ഇന്ന് ചെല്ലുന്നതിന് മുമ്പ് നബിയുടെ പേര് സലാത്ത് നബിയുടെ സുന്നത്ത്. നമ്മൾ എത്ര ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് ആലോചിക്കും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തഅമ്മ സ്വലാത്തു ഖായിമ നമ്മൾ ചെല്ലും. അതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലേ, എത്ര സ്ഥലങ്ങളിൽ നബിയുടെ പേര് സ്വലാത്ത് റസൂൽ പഠിപ്പിച്ചു. പ്രവാചകന്റെ പേര് സ്വലാത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഖുത്ബ കേൾക്കുന്നവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വാശിയായിട്ട് രാവിലെ വൈകുന്നേരം 10 തവണ വീതം നബിയുടെ പേര് സ്വലാത്ത് ചെല്ലുന്നു തീരുമാനിക്കും. കേട്ടാ പോരാ, ഒന്ന് മനസ്സ് വെക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടി? നമ്മുടെ ദുനിയാവിൽ അല്ലാഹു അനുഗ്രഹിക്കാൻ 10-40 ഫായിദ നബിയുടെ പേര് സ്വലാത്ത് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞതിൽ 1, 2, 3, 4 ജനം ഞാൻ പറയാം. ഒന്ന്, അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുന്നു എന്നത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും. ഇബ്തിസാലു അമ്രുള്ള, അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുക. അള്ളേ പറഞ്ഞ് ഇന്നല്ലാഹു മലായികതഹു കൊണ്ട് വിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ അള്ളാഹിന്റെ അനുഗ്രഹവും മലക്കുകളുടെ പ്രാർത്ഥനയും കിട്ടും. അപ്പൊ ഒന്നതാണ്. പിന്നെ സബബുൽ സ്വലാത്ത്, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. നബിയുടെ പേരിൽ സ്വലാത്ത് ഇല്ല, മലക്കുകളുടെ പ്രാർത്ഥന സാധുക്കളായി നമുക്ക് ലഭിക്കും. പിന്നെ അൽ ഹുസൂലു അല, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരലോകത്ത് നമുക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും. 10 അനുഗ്രഹങ്ങൾ, 10 അനുഗ്രഹം, 10 ദറജകൾ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ, നന്മകൾ റെക്കോർഡ് ചെയ്യും. നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡ് ചെയ്യും. ഇതുപോലെ ഓരോന്നിനും അതുപോലെ തന്നെ അനുഗ്രഹം ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. എന്തിന്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്. ചെല്ലിയാൽ ഇത് നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ല. ഇത് അറിയാത്ത ചെറിയ കുട്ടികൾക്കൊക്കെ അതറിയാം. പക്ഷെ അത് വേണമെന്ന് വിചാരിച്ചാൽ ചെല്ലിയപ്പോഴേ ഉള്ളൂ നല്ലോത്തെ പറ്റിയൊരു ഓർമ്മ മനസ്സിൽ വരുമ്പോഴുള്ളൂ. പഠിച്ചോനെ, ഇതൊക്കെ ഞാനായിട്ട് ചെയ്താലേ തനിക്ക് രക്ഷയുള്ളൂ. അല്ലേ, തനിക്ക് അപ്പഴേ രക്ഷയുള്ളൂ. എല്ലാം നമ്മൾ ഇട്ടെറിഞ്ഞൂടാ. സ്വന്തം ഉടപ്പറപ്പിനെ കാണുന്ന സമയത്ത് പരലോകത്തിന്റെ അവസ്ഥ എന്താണോ? കാണരുതെന്ന് വിചാരിച്ചിട്ട് ഓടായി. ഇവിടെ ഉടപ്പറപ്പിങ്ങളെ കാണുമ്പോൾ എന്താ ഉണ്ടാകുക? ഒന്നിച്ചുകൂടല്ലേ ചെയ്യണത്?
ഒരു പ്രയാസം വരുമ്പോ ഒക്കെ ജ്യേഷ്ഠാന്റെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂടൂലേ? അവിടെ സ്വന്തം ജ്യേഷ്ഠനെ കാണുമ്പോ, സ്വന്തം ഇണയെ കാണുമ്പോ മറ്റേ ഇണ ഓടുകയാണ്. ആനന്ദാലി കൊല്ലിൻ അവന്റെ കാര്യോടി മറച്ചുവരെ ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള മനുഷ്യൻ. അവിടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ചോളില്ല. അള്ളാഹു റസൂലിന്റെ പേര് സ്വലാത്ത് അല്ലേ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എത്ര അനുഗ്രഹങ്ങളാണെന്നോ അള്ളാഹുവിന്റെ മലക്കുകളൊക്കെ പ്രാർത്ഥനകൾ വിശ്വാസികളെ പ്രവാചകൻ പറയാം നമുക്ക് ലഭിക്കും. പ്രവാചകൻ പറയില്ല ഇതായി. അതുപോലെ തന്നെ പലതിനും നിസ്കാരത്തിൽ സഫിൽ വരുന്നത്. ഇവിടെ കാലത്ത് ഫസ്റ്റ് സഫ് നിൽക്കാൻ വേണ്ടി നറുക്കിടിയിരുന്നു. ഒന്നാമത്തെ സഫിന് കൂലി കൂടുതലാണ്. അല്ലാഹു റസൂൽ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോ നീയത്താണ് അവിടെ പ്രധാനം. ഏകദേശം എല്ലാവരും ജമാഅത്തിന് വരുന്ന എല്ലാവർക്കും ഫസ്റ്റ് സഫിൽ നിൽക്കാൻ പറ്റൂല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അവൻ ഇത്തിള്ളാറസലയിലാണ്. അവൻ അള്ളാന്റെ കൂലി റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ മോമിനീങ്ങളെ ഇതൊക്കെ നമ്മളായിട്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ കരുതലോടെ കാണുക, നന്മയിൽ മുന്നേറുക. എങ്കിൽ അല്ല പറയാണ് ആയത്ത്, ഞാൻ ആമുഖമായി ഓതിയ ആയത്ത്, യുക്കഫിറാനും അല്ല പറയാ നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. വയുദ്ഖിൽക്കും അതെന്നെ നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു തരും. അള്ളാഹ്ക്കൊരു വാശി നമ്മുടെ കാര്യത്തിൽ ഇല്ല കേട്ടോ. അത്രമാത്രം നമ്മുടെ കാര്യത്തിൽ സ്നേഹമുള്ളവനാണ് നാഥൻ, അലിവുള്ളവനാണ് നാഥൻ. എത്ര അത്ഭുതകരമായ ഇടപെടലുകളാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നത്. അത്ഭുതമല്ലേ നമ്മുടെ ജീവിതം? ശരീരം അത്ഭുതമല്ലേ? അവനല്ലേ നമ്മുടെ ഈ അനുഗ്രഹീതമായ അവസ്ഥയിൽ നമ്മെ കൊണ്ടുപോകുന്നത്. ആ റബ്ബ് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അടിഭാഗത്ത് നദികൾ ഒഴുകുന്ന സ്വർഗത്തോട് പ്രവേശിപ്പിക്കും. വല്ലാത്തൊരു ലോകാണ്, അനുഗ്രഹത്തിന്റെ സ്വർഗം. നമ്മളെ വാപ്പ, മരിച്ച വാപ്പ, മരിച്ച ഉമ്മ, നമ്മുടെ ഉടപ്പുറപ്പിങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ സംഗമിക്കുന്ന വല്ലാത്തൊരു ലോകം അല്ലേ? ഈ അടുത്ത് ഇളം പ്രായത്തിൽ മരിച്ചൊരു കുട്ടി, ആ ഉമ്മ വല്ലാത്തൊരു അബോധാവസ്ഥയിലാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഉണർന്നാലും ഉണക്കത്തിലും ഉണർച്ചയിലും ആ കുട്ടിയുടെ മരണത്തിന്റെ കാര്യം ആ സഹോദരി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആശ്വസിപ്പിക്കുന്നിടത്തോളം പ്രയാസം. യഥാർത്ഥത്തിൽ ആ സഹോദരിക്കും പ്രതീക്ഷയ്ക്കും ഒരു വക എന്താണ്? ആ കുഞ്ഞ് തന്റെ സ്വർഗത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകം എന്നാണ് അറിയപ്പെട്ടവരെ. അടല്ല പറയാണ്, അതാണ് ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ, നമ്മുടെ വാക്കിൽ, പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. എങ്കിൽ അനുഗ്രഹത്തിന്റെ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക. വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ പ്രവേശനാനുമതി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ, കർമ്മങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കുറേ രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, വീടുകളിലുണ്ട്, പള്ളികളിൽ വിഷമത്തോടെ വന്നവരുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ കഴിയുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളിൽ നിന്ന് കണക്കുകുളിർമ നൽകുമാറാകട്ടെ. എല്ലാ നന്മകളിലും മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا الحمد لله.